കേരള കോൺഗ്രസ് എം അത് ഛിന്ന ഭിന്നമായി പോകുന്നതിൻ്റെ ഒരേ ഒരു ഉത്തരവാദി ജോസ് കെ മാണിയാണ്. വാസ്തവത്തിൽ പി ജെ ജോസഫ് കേരള കോൺഗ്രസ് എമ്മിൽ ഉണ്ടായിരുന്നപ്പോൾ ആ പാർട്ടിയെ നല്ല നിലയിലേക്ക് കെ എം മാണിയുടെ നിര്യാണത്തിനെ തുടർന്ന് കൊണ്ടുപോകാൻ ശ്രമിച്ചതാണ്. പി ജെ ജോസഫ് ഇപ്പോൾ വാർദ്ധക്യ സഹജമായ മറ്റ് പല കാരണങ്ങളാലും അധികം പൊതുപ്രവർത്തന രാഷ്ട്രീയത്തിൽ ഇറങ്ങാറില്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ ഫാക്ഷൻ, അദ്ദേഹം നേതൃത്വം കൊടുക്കുന്ന ജോസഫ് ഗ്രൂപ്പ് അതിശക്തമായി കഴിഞ്ഞിരിക്കുന്നു. ഒന്ന് ആലോചിക്കണം, കോട്ടയം എം പി കെ ഫ്രാൻസിസ് ജോർജ് ഒരു കാര്യം കൃത്യമായി പറഞ്ഞു: മാണിയുടെ അതിപ്രസരമൊക്കെ കഴിഞ്ഞു. കെ എം മാണിയുടെ മകൻ വിചാരിച്ചാൽ പിതാവിൻ്റെ തഴമ്പ് അതുപോലെ ആവർത്തിക്കാൻ കഴിയില്ല. തോമസ് ചാഴിക്കാടനും അത് തന്നെയാണ് പറഞ്ഞത്. നിങ്ങൾ ഇന്നിൻ്റെ രാഷ്ട്രീയം മനസ്സിലാക്കൂ, ജോസഫുമായി സഹകരിക്കൂ, അദ്ദേഹം അതിന് വില്ലിങ്ങാണ്. ആ കാര്യം ഒന്നും താല്പര്യപ്പെടാതെ തൻ്റെ രാഷ്ട്രീയത്തിനാണ് പ്രസക്തി എന്ന് പറഞ്ഞുകൊണ്ട് ജോസ് കെ മാണി പിണറായി വിജയനെ കണ്ടുകൊണ്ട് ഈ തുള്ളിച്ചാടുന്നത് അവസാനിപ്പിക്കുന്ന രാഷ്ട്രീയ നീക്കത്തിലേക്ക് വരികയാണ്. ജോസ് കെ മാണിക്ക് ഇനി പിടിച്ചു നിൽക്കാൻ കഴിയില്ല. പിണറായി വിജയനുമായി സഹകരിക്കുമ്പോഴും വാസ്തവത്തിൽ ജോസ് കെ മാണിക്ക് അറിയാം തൻ്റെ കാലിനടിയിലെ മണ്ണ് ഒലിച്ചു പോയിരിക്കുന്നു. പാലായിൽ ഇനി നിലം തൊടാൻ കഴിയില്ല, മത്സരിക്കാൻ കഴിയില്ല. കാരണം ആരും അടുപ്പിക്കില്ല. നിലയും വിലയും നഷ്ടപ്പെട്ട നാണം പണയപ്പെടുത്തുന്ന അവസ്ഥയിലാണ് ജോസ് കെ മാണി. പി ജെ ജോസഫിനെ തള്ളിപ്പറഞ്ഞ അതേ ജോസ് കെ മാണിയെ തള്ളിപ്പറഞ്ഞുകൊണ്ട് റോഷി അഗസ്റ്റിനും ജോബ് മൈക്കിളും എൻ ജയരാജും പ്രമോദ് നാരായണനും ഒക്കെ ശക്തമായി ജോസ് കെ മാണിക്ക് എതിരാവുമെന്ന് അദ്ദേഹം സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. കൃത്യമായി കെ എം മാണിയുടെ വിയോഗത്തിന് ശേഷം ജോസ് കെ മാണി പാർട്ടി പിടിച്ചടക്കിയപ്പോൾ ദുർബലപ്പെടുകയാണ് ശരിക്കും കേരള കോൺഗ്രസ് എമ്മും മലയോര പ്രദേശത്തുള്ള കർഷകരുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിച്ച അധ്വാനവർഗ സിദ്ധാന്തം ലക്ഷ്യമിട്ട കേരള കോൺഗ്രസ് എം എന്ന് ഉറപ്പിച്ച് പറയാൻ കഴിയുന്ന അവസ്ഥയാണ്. ഒന്ന് ആലോചിക്കണം, കെ എം മാണിയുടെ വിയോഗത്തിന് ശേഷം ജോസ് കെ മാണി ആ പാർട്ടിയെ നിലനിർത്തിയെന്നൊക്കെ കൊട്ടിഘോഷിച്ചെങ്കിലും ജീർണിച്ച് അത് കൊഴിഞ്ഞ അവസ്ഥയാണ്. പിളരും തോറും വളരും, വളരും തോറും പിളരും എന്ന സിദ്ധാന്തം വാസ്തവത്തിൽ പൊളിഞ്ഞിരിക്കുന്നു. ഇനി ഒരേ ഒരു കേരള കോൺഗ്രസ്, അത് ജോസഫ് വിഭാഗം. അനൂപ് ജേക്കബ് വളരെ വൈകാതെ തന്നെ ജോസഫ് വിഭാഗത്തിലേക്ക് ലയിക്കും. ഓരോരുത്തർക്കായി ഒറ്റയ്ക്കൊറ്റയ്ക്ക് സീറ്റ് നൽകുന്ന പരിപാടി തന്നെ UDF ബഹിഷ്കരിച്ചിരിക്കുന്നു. ഇനി ആകെ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിൻ്റെ കൂടെ നിൽക്കുന്നവർക്ക് മാത്രം സീറ്റ്, ആ ഒരു രീതിയിലേക്ക് കൃത്യമായി UDF മുന്നണി സംവിധാനം ചർച്ച ചെയ്ത് കാര്യങ്ങൾ എത്തിച്ചിരിക്കുകയാണ്. അതല്ലാതെ മറ്റ് ഒരു കേരള കോൺഗ്രസിൻ്റെ രീതിയേ വേണ്ട. ഗണേഷ് കുമാർ LDFിലേക്ക് പോയതോടുകൂടി ആ ശല്യം ഒഴിവായി എന്ന് ഉറച്ചു വിശ്വസിക്കുന്നവരാണ് UDFകാർ. അത്തരത്തിൽ നിരവധിയായ സംഭവ വികാസങ്ങൾ. പി ജെ ജോസഫ് വാസ്തവത്തിൽ ആറാടുകയാണ്. വെള്ളത്തിൽ മുട്ടുകാലിട്ട് അടിക്കുകയാണ് ജോസ് കെ മാണി.